വന്നൊരു വാർത്തയിലേക്കാണ്. കോട്ടയം നെല്ലാപ്പാറ ചൂരപ്പേട്ട വളവിൽ സ്കൂൾ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് അപകടം. തിരുവനന്തപുരം തോന്നക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 28 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ജോസി, രാവിലെ തന്നെ വേദനാജനകമായ ഒരു വാർത്തയാണ്. എങ്കിലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എപ്പോഴായിരുന്നു അപകടം? തീർച്ചയായും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നത് ആശ്വാസകരമാണ്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. രാത്രി 12 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. പാലാ തൊടുപുഴ റൂട്ടിൽ വെല്ലാപ്പാറ ചൂരപ്പേട്ട വളവിലാണ് അപകടമുണ്ടായത്. വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സംഘം സഞ്ചരിച്ച ബസ് റോഡിൽ മറിയുകയായിരുന്നു. തിരുവനന്തപുരം തോന്നക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. 28 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വളവിൽ നിയന്ത്രണം നഷ്ടമായ ബസ് റോഡിന്റെ ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തി. 42 കുട്ടികളും 4 അധ്യാപകരും ഉൾപ്പെടുന്ന സംഘം മൂന്നാർ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു. സ്കൂളിലെ തന്നെ 2 ബസ്സുകളും ഈ ബസ്സിനൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് ഇടപെട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രാമപുരം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഇന്ന് തന്നെ ആശുപത്രി വിടാൻ കഴിയുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ശരി, ജോസി ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.